അന്ന് കാനായിലെ വിവാഹ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ സ്വർഗീയ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും. ലഹരിയിൽ മുങ്ങി ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ. പ്രിയമുള്ളവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവരിൽ ചിലർ ഉയിർത്തെഴുന്നേറ്റു. വീണ്ടും വർണ്ണങ്ങൾ വിരിയിച്ച് ആ ജീവിതങ്ങൾ ഇതാ നമ്മുടെ മുൻപിൽ. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ചാക്കോച്ചൻ പെരികലക്കാട്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട അരുവിക്കുഴി ഇടവകാംഗമാണ്. ഭാര്യയും 5 കുട്ടികളുമുണ്ട്. ഇതിൽ 2 മക്കൾ വൈദികരാണ്. 2 ആൺകുട്ടികൾ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഒരു പെൺകുട്ടിയുണ്ട്, അവളെ കല്യാണം കഴിച്ചയച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഞാൻ മദ്യപിച്ചു. ഒരു മദ്യപാനിക്കുണ്ടാകാവുന്ന എല്ലാ ദുരന്തങ്ങളും ഞാൻ ഏറ്റുവന്നു. കുടുംബത്തകർച്ച, കൊടിയ ദാരിദ്ര്യം, വേണ്ടപ്പെട്ടവരുടെ എല്ലാം അവഗണന, ആരുമില്ലാത്ത അവസ്ഥ എനിക്കുണ്ടായി. അവസാന കാലഘട്ടങ്ങളിൽ രാവിലെ മുതൽ മദ്യപിക്കുന്ന അവസ്ഥ. യശയ്യായുടെ പുസ്തകത്തിൽ 5:11 നമ്മൾ വായിക്കുന്നത് പോലെ മദ്യത്തിൻ്റെ പിന്നാലെ പായാൻ വേണ്ടി അതിരാവിലെ ഉണരേണ്ട അവസ്ഥ. കാരണം രാവിലെ മദ്യപിക്കാതെ എനിക്ക് നിൽക്കത്തില്ലാത്ത അവസ്ഥയായിരുന്നു. ദിവസങ്ങളോളം മദ്യം തന്നെ ഉപയോഗിച്ച് ജീവിതം തള്ളി നീക്കിയ അവസ്ഥ. 5 മക്കളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം വളരെ ദുരിതത്തിലായി. കുടുംബം അതുപോലെ തകർന്നുപോയി. ഉണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിറ്റ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ധൂർത്തപുത്രനെ പറ്റി പറയുന്നത് പോലെ പിതാവിൻ്റെ പക്കൽ നിന്ന് സ്വത്തുക്കളൊക്കെ ഭാഗമൊക്കെ വാങ്ങിച്ച് ധൂർത്തടിച്ച് നശിപ്പിച്ച് ഒടുവിൽ ഒരു 10 സെൻറ്റ് സ്ഥലവും ഒരു വീടുമായി ജീവിതം മതിയാക്കാമെന്നൊരു ചിന്ത പോലും, മദ്യമില്ലാത്ത അവസ്ഥ എനിക്ക് നിരാശയുടെ, ആത്മഹത്യാ പ്രവണതയുടെ ഒരവസ്ഥയിലേക്ക് കയറി ഞാൻ കടന്നു വന്നു. എൻ്റെ ഈ ചെറിയ കുഞ്ഞുങ്ങൾ, 2 വയസ്സും ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കിട്ടാതെ കരയുന്നത് എനിക്ക് കേൾക്കേണ്ടി വന്നു. ഞാൻ പലപ്പോഴും മദ്യത്തിൻ്റെ ഉന്മത്തതയിൽ നിന്ന് പാതിരായിക്ക് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പട്ടിണി കൊണ്ടുള്ള കരച്ചിൽ എനിക്ക് കേൾക്കേണ്ട ഗതികേട് വന്നിട്ട് വേണ്ടപ്പെട്ടവരാരും എന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ ഒരിക്കൽ ഞാൻ ഭാര്യയോട് ആത്മഹത്യയെപ്പറ്റി സംസാരിക്കുകയാണ് ചെയ്തു. പക്ഷേ അവൾ പറഞ്ഞു, പപ്പാ, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് അത് ചെയ്യരുത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നവൾ പറഞ്ഞു. അങ്ങനെ ഒരു മദ്യപാനിക്കുണ്ടാകുന്ന എല്ലാ അവസ്ഥകളും, ഞാൻ കൊല ചെയ്യാതെ കൊലക്കേസ് പ്രതിയാവേണ്ട അവസ്ഥ വന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡി 3 ദിവസം ഒരു കൊലക്കേസിൽ. ഞാൻ കൊന്നതല്ല, ആ വ്യക്തി ഞാൻ ഒത്തിരി സ്നേഹിച്ചതിൻ്റെ പേരിൽ
കസ്റ്റഡിയിലിരിക്കേണ്ടി വന്നു. മദ്യപാനം നിർത്താൻ വേണ്ടി ഞാൻ പൈങ്ങളം ലിറ്റിൽ ഹോളാണ് SH ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ ഒരു വണ്ടി വിളിച്ച് പോയി 3 ദിവസം അവിടെ കിടക്കും. കാരാഗ്രഹത്തിൽ കിടക്കേണ്ട അവസ്ഥ എനിക്ക് തോന്നുന്നു. എന്ന് വേണ്ട എൻ്റെ ജീവിതത്തിൽ ഒരു മദ്യപാനിക്ക് വരാവുന്ന എല്ലാ ദുരിതങ്ങളും ഞാൻ ഏറ്റുവാങ്ങി. എൻ്റെ ചെറുപ്പകാല ജീവിതമായിട്ട് എന്നെ ചെറുപ്പത്തിൽ അറിയാവുന്ന പലരും മൂക്കത്ത് വിരൽ വെച്ച് സഹതാപത്തോടെ നോക്കുന്ന ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഇപ്പം മദ്യപാനികളൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുക. കാരണം അത്രയേറെ ദുരിതങ്ങൾ ഞാൻ 10 പൈസയ്ക്ക് മാർഗമില്ല, ആരും 10 പൈസ കടം പോലും തരികയില്ലാത്ത ഗതികേടിലേക്ക് ഈ മദ്യപാനം എന്നെ കൊണ്ടുവന്നാക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തകർച്ചയുടെ അവസ്ഥയിൽ ഒരു ധ്യാനം കൂടുവാൻ പലരും എന്നെ ഇങ്ങനെ ഉപദേശ രൂപേണ എന്നോട് പറയുകയുണ്ടായി. എന്നാൽ ഞാൻ അവിടെ നിരീക്ഷിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ മദ്യപാനത്തിന് അടിമകളായിരുന്ന പല സുഹൃത്തുക്കളൊക്കെ ധ്യാനം കൂടി കഴിഞ്ഞു വന്ന് അവർ മദ്യപിക്കുന്നില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ചിന്താഗതിയിൽ മദ്യപാനം നിർത്തുക അസാധ്യമാണെന്ന് ഞാൻ ചിന്തിച്ചു. പോരാഞ്ഞിട്ട് മദ്യപിക്കാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ തകർച്ചയിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരേ ഒരു ആഗ്രഹം, എൻ്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്നൊരു മോചനം ഞാൻ ആഗ്രഹിച്ചത്. ധ്യാനം കൂടിയാൽ മദ്യപിക്കാതിരിക്കേണ്ടി വരുമല്ലോ എന്ന ചിന്താഗതിയിൽ ഞാൻ ധ്യാനം കൂടാൻ പലപ്പോഴും തയ്യാറായില്ല. എന്നാൽ ചില വ്യക്തികളുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഞാൻ ധ്യാനം കൂടാൻ ഇടയായി. അത് പറഞ്ഞാൽ ദൈവം എന്നെ ഇടയാക്കി എന്നാൽ ഞാൻ പറയുക. എനിക്കിടയായതല്ല, ദൈവം എന്നെ ഇടയാക്കി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ സംബന്ധിച്ചു. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു പ്രാർത്ഥിക്കണമെന്നൊരു ആഗ്രഹം. വീട്ടിൽ പോയത് മക്കളുടെ കൂടെ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വചനം പഠിക്കണം, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം എനിക്കുള്ളതായി. വീണ്ടും മദ്യത്തിലേക്ക് ഞാൻ തിരിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മദ്യത്തോടുള്ള ആസക്തി ഇല്ലെന്നായൊരവസ്ഥ, പുകലിയോടുള്ള പ്രതിപത്തി ഇല്ലെന്നായൊരവസ്ഥ, പഴയ ഒരു ആസ്വാദ്യത ലഭിക്കാത്ത അവസ്ഥ എനിക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായി. ചെറിയ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനം എന്നെ ടച്ച് ചെയ്തു. ഫെബ്രുവരി 10:25 സത്യത്തിൻ്റെ വചനം ശ്രവിച്ചതിന് ശേഷം വീണ്ടും ഒരുത്തൻ പാപം ചെയ്താൽ ആ പാപത്തിന് പരിഹാരമായ ഒരു ബലി അവശേഷിക്കുന്നില്ല. ഈ വചനം എന്നെ അങ്ങ് സ്വാധീനിച്ചു. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് സന്ധിബന്ധങ്ങളിലും ആത്മാവിലും തുളച്ചു കയറി മനുഷ്യൻ്റെ നിയോഗങ്ങളെയും വിചാരങ്ങളെയും വിവേചിക്കുന്നതാണ്. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഞാൻ അന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുടുംബത്തിൽ കുഞ്ഞു മക്കളുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പ്രതിജ്ഞ ചെയ്തു, ഇനി ഞാൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്ത് കണ്ടാൽ നിങ്ങളെന്നെ ഒരു മുഴുഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചു. ഞാൻ അവിടെ വെച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ വീണ്ടും ബീഡി വലിക്കാൻ തുടങ്ങിയായിരുന്നു. ബീഡി മുറിച്ച് കളഞ്ഞു. ഞാൻ മുറുക്കുമായിരുന്നു, മുറുക്കാനെടുത്ത് കളഞ്ഞു. അന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്ത് 1992 ജൂൺ 1 മുമ്പുള്ള ഏതോ ഒരു ദിവസം വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെയൊരു തീരുമാനം ഞാൻ എടുത്തു. അതിനുശേഷം ഇതുവരെ മദ്യപിക്കുവാനും ദൈവം എനിക്ക് ഇടയാക്കിയിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എൻ്റെ കഴിവല്ല. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും മദ്യപാനം നിർത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. 2 മാസം നിർത്തും, വീണ്ടും പഴയതിൽ കൂടുതൽ വീര്യത്തോടെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരിക്കലും മദ്യപിക്കാനിടയായിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കാരുണ്യമാണിത്. ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ട ഒരു വലിയ അനുഭവം എനിക്കുണ്ടായി. ആ അനുഭവത്തിൽ ഞാനിപ്പോൾ തുടർന്ന് ജീവിക്കുകയാണ്. വർഷങ്ങളായി 24 വർഷത്തോളമായി. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കാരുണ്യം എത്രയോ അനന്തമാണെന്ന് ഞാൻ തിരിച്ചറിയുക ഓരോ നിമിഷങ്ങളും. ഇതൊരിക്കലും എൻ്റെ കഴിവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ് എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ ഇടപെടൽ, ഈ തകർച്ചയിലൂടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുക. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എല്ലാം ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു ബോധ്യം. എഫേസസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയിൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും അധികം ചെയ്തു വരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും നമ്മൾ എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കണം. ഇത് നമ്മുടെ അവസ്ഥ. നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലേക്ക് ദൈവം എന്നെ നയിച്ചു. ഈ അറിവിൽ, ഈ ബോധ്യത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ നിലനിൽക്കുവാൻ ഞാൻ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പാപികളിൽ പൗലോസ് പറയുന്ന പോലെ പാപികളിൽ ഒന്നാമനായ എന്നെ അവിടുത്തെ കാരുണ്യത്താൽ അവിടുത്തെ ശുശ്രൂഷകനായി അവിടുന്ന് നിയോഗിച്ചു. ഈ കാരുണ്യത്തിന്, കർത്താവേ, ഈ വലിയ സ്നേഹത്തിന് ഞാൻ എപ്പോഴും നന്ദി പറയും.
അതിൽ ഏലിക്കുട്ടി ചേച്ചി, പെണ്ണമ്മ ചേച്ചി എന്ന് ഞങ്ങളൊക്കെ വിളിക്കും. പെണ്ണമ്മ ചേച്ചിയാണ് എന്നെ ധ്യാനത്തിന് ആദ്യമായിട്ട് പോകാനോ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നത്. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അനുസൂതിമായ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ സഹായ സഹകരണങ്ങൾ എല്ലാ തലത്തിലും ചെയ്ത പെണ്ണമ്മ ചേച്ചിയാണ്. ഞാൻ ചാക്കോച്ചന് മദ്യപാനം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചാക്കോച്ചനെ ആദ്യമായിട്ട് ഞങ്ങൾ പലരും പറഞ്ഞ് പ്രചോദനം കൊടുത്ത് പിന്നെ ധ്യാനത്തിന് കൂടാനായിട്ട് കൊണ്ടുപോയി. ധ്യാനത്തിന് പൈസ കൊടുത്ത് വിട്ടാൽ ചാക്കോച്ചൻ വിട്ടുകളയും, ചാക്കോച്ചൻ വീണ്ടും കള്ളു കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ അത് എൻ്റെ ടിക്കറ്റ് എടുത്ത് പിന്നെ ചാക്കോച്ചനെ ഏൽപ്പിച്ചു. അങ്ങനെ ചാക്കോച്ചൻ ധ്യാനം കൂടിയേച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്തിയ ചാക്കോച്ച കുർബാന സ്വീകരിക്കാൻ ഞാൻ ചോദിച്ചു. കുർബാന സ്വീകരിക്കുമ്പോൾ എനിക്ക് നാണംകേടാ, മറ്റുള്ളവരെന്നാ പറയുമെന്ന് ഓർത്തുകൊണ്ടാ. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഏതായാലും ചാക്കോച്ചൻ കുർബാന സ്വീകരിക്കണം, ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചോളാം എന്നിങ്ങനെ പ്രചോദനം കൊടുത്തു. അങ്ങനെ ചാക്കോച്ചൻ കുർബാന സ്വീകരിക്കാനൊക്കെ പിന്നെ തുടങ്ങി കഴിഞ്ഞ് കുറേ ഒരു 2 മാസം കഴിഞ്ഞപ്പം വീണ്ടും എന്നോട് പറഞ്ഞു, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു ധ്യാനം കൂടെ പോയി കൂടിക്കൂ എന്ന് പറഞ്ഞ് രണ്ടാമത് ഒരു ധ്യാനം കൂടെ പോയി ചാക്കോച്ചൻ കൂടി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും ഒക്കെ നല്ല പ്രചോദനം ഉണ്ടായിരുന്നു. അച്ഛൻ്റെയൊക്കെ സഹായത്തിൽ ചാക്കോച്ചൻ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ചാക്കോച്ചന് ഇന്ന് ഈ അവസ്ഥയിൽ കർത്താവ് എത്തിച്ചു. അങ്ങനെ അതിന് ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തോട്. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിലൂടെ മദ്യപാനം നിർത്താൻ ദൈവം എന്നെ അനുഗ്രഹിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ വലിയ സമാധാനമുണ്ടായി. എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊക്കെ വളരെയേറെ ദൂരീകരിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടായി. നിത്യജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഒരു തടസ്സങ്ങളും എനിക്കുണ്ടായിട്ടില്ല. പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പ്രതിസന്ധിയും കൂടാതെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങി. മുമ്പ് അനുഭവിച്ചിരുന്ന ആ സമാധാനം, കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷം, സമാധാനം. അതിനോടുകൂടി എൻ്റെ 2 ആൺമക്കൾ വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കാനിടയായി. ഞാൻ വിവിധ ശുശ്രൂഷകൾ, ധ്യാനകേന്ദ്രങ്ങളിലെ കൗൺസിലിംഗ് ശുശ്രൂഷ, അതുപോലെ അടുത്ത കാലങ്ങളിലായി തെരുവോര സുവിശേഷ പ്രസംഗ ശുശ്രൂഷ ഒക്കെ നടത്തുവാൻ ദൈവം എന്നെ അനുവദിച്ചു. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ്. ഇപ്പോഴാണ് വിവിധ ധ്യാനകേന്ദ്രങ്ങളിൽ ധ്യാനത്തിന് സഹായിക്കുന്ന കൗൺസിലിങ്ങിലൂടെ, അതുപോലെ ശുശ്രൂഷകൾ, വചനപ്രഘോഷണ ശുശ്രൂഷയിൽ ദൈവം എത്രയോ ഏറെ അനുഗ്രഹിക്കുന്നു. എപ്പോഴും വലിയ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഞാൻ ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഫാദർ സുബിൻ മറ്റത്തിൽ ആണ്. പാമ്പാടി ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാനിവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് എനിക്ക് ഈ ചാക്കോച്ചേട്ടനെ നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ ധ്യാനങ്ങൾക്ക് തന്നെ ഞങ്ങളെ കൗൺസിൽ ശുശ്രൂഷയ്ക്കും മറ്റ് ശുശ്രൂഷകളിലുമായിട്ടും സഹായിക്കുന്ന വ്യക്തിയാണ് ചാക്കോച്ചേട്ടൻ. വളരെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ഉദാഹരണം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. പ്രാർത്ഥനയിലും സഭയുടെ നിയമങ്ങൾക്കനുസൃതമായ ഒരു ജീവിതം കാഴ്ചവെക്കുന്ന ചേട്ടനാണ് ചാക്കോച്ചേട്ടൻ. ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങളുടെയുള്ള എല്ലാ ശുശ്രൂഷകളിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ ധ്യാനങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ മറ്റ് ശുശ്രൂഷകളിൽ, ജപമാല റാലി പോലെയുള്ള ശുശ്രൂഷകളിൽ ഞങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ് ചാക്കോച്ചേട്ടൻ. ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ചാക്കോച്ചേട്ടൻ്റെ ഭവനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 വൈദികർ ആ ഭവനത്തിൽ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. അതുതന്നെ വളരെ ഒരു ദൈവത്തിൻ്റെ അനുഭവമാണ്. ഒരു പഴയ ജീവിതത്തിൽ നിന്ന് മാറി പൂർണ്ണമായിട്ട് ദൈവത്തേക്കടുത്ത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹം ആ ഭവനത്തിലും അതിലുള്ള ഓരോ വ്യക്തികളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ധ്യാനകേന്ദ്രത്തിലുള്ള എല്ലാ വൈദികരുടെയും ശുശ്രൂഷകരുടെയും പേരിൽ ചാക്കോച്ചേട്ടൻ എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ എൽസമ്മ. ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്, സിസ്റ്റർ ഡെയ്സ് മരിയ, FCC മണ്ഡലത്തിലാണ്. എൻ്റെ നവീകരണ ജീവിതത്തിലേക്ക് ആനയിക്കാൻ ഒത്തിരിയേറെ നമ്പരത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് സിസ്റ്റർ ഡെയ്സ് മരിയ എന്ന് എനിക്ക് കുറച്ച് ബോധ്യമുണ്ട്. ചാക്കോച്ചിൻ്റെ ആദ്യകാലങ്ങളെ ഞാൻ ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയാറുണ്ട്.
ആ വീടും പരിസരവും എല്ലാം ഓർക്കുമ്പോൾ എല്ലാം ഒന്നുമില്ലാതായ ഒരവസ്ഥയിലേക്ക് വരുവാനും അങ്ങനെ ദൈവം തന്നെ കൈപിടിച്ച് ഉയർത്താനും എല്ലാം ഇടയാക്കിയ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ 70-ൽ ഉടുപ്പിട്ടു. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു നടന്നിരുന്നതാണ്. അതിനുശേഷം ഇതുപോലൊരു തകർച്ചയുണ്ടായി. 92 വരെ ഞാൻ വചനം അയച്ചു പ്രാർത്ഥിച്ചു. ചാക്കോച്ചന് ഞങ്ങൾക്ക് ഓരോ കാലഘട്ടങ്ങളിൽ ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചു തരും. വചനം അയക്കാനും കോഴ്സുകളിലും ഒക്കെ കിട്ടുന്ന പുതിയ പുതിയ പ്രാർത്ഥന അനുഭവങ്ങളെല്ലാം അങ്ങനെ വചനം അയച്ച് ഞാൻ പല ഒരു പ്രാർത്ഥിച്ചു. പിന്നെ ധ്യാനത്തിന് പോയി. ഇങ്ങനെ ഒരു അനുഭവമായി കഴിഞ്ഞ് ചാക്കോച്ചൻ്റെ ഒരു വലിയ ഗുണമാണ് എല്ലാം ഓപ്പണാണ്. എൻ്റെ അടുക്ക വന്ന് എല്ലാം പറയും. വിഷമമുണ്ടെങ്കിൽ പറയും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നേരെ എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ പുസ്തകങ്ങളും പ്രാർത്ഥനയുടെ രീതികളും ഒക്കെ പറഞ്ഞു കൊടുത്തു വിടും. വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക് ഒത്തിരി നയിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീടുള്ള നവീകരണ അനുഭവത്തിലേക്ക് വളരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞു, അതുപോലെ ഓരോ കൊച്ചു കാര്യങ്ങൾ പോലും വന്ന് പറഞ്ഞ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഇത്രയും വളർന്നല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്കുള്ളത്. പിന്നെ ഈ കൂട്ടായ്മ ചാക്കോച്ചൻ്റെ എല്ലാ കൂട്ടായ്മയെ പറ്റിയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാലും ഏതെങ്കിലും പ്രധാന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പല വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടും എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. എങ്കിലും ചാക്കോച്ചൻ അതിനകത്ത് ഇടപെടുന്നത് വളരെ നയമോടെ, വളരെ സ്നേഹത്തോടെ, ഒന്നിലും ഒരു ഷോ ഇല്ലാതെ, ഒന്നും ഒരു പ്രഖ്യാപിക്കാതെ എല്ലാം പ്രാർത്ഥനാപരമായിട്ട് എന്നെ കൂടെ നയിക്കാൻ തുടങ്ങി. പിന്നീട് അതുപോലെ വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് കേട്ട ഈ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും തന്നെ എനിക്ക് വളരെ സന്തോഷം തരുന്ന അനുഭവങ്ങളായിരുന്നു. എൻ്റെ പേര് എൽസമ്മ. ഞാൻ ചാക്കോച്ചേട്ടൻ്റെ ഭാര്യയാണ്. ഞാൻ കല്യാണം നടന്നപ്പോൾ പുള്ളി തികച്ചും മദ്യപാനിയായിരുന്നു. അതിൻ്റെ ആ തിക്ത അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ജീവിതത്തിൻ്റെ വേദനകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ജീവിതത്തിൽ ഒന്നിനൊന്നായി കടന്നു വന്നപ്പോൾ ഈശോയെ, ഈ ജീവിതം എന്തിനീ ജീവിതമൊന്നും ഓർത്തുപോയ നിമിഷങ്ങളുണ്ട്. എല്ലാവരും പഴിച്ചപ്പോഴും പഴിക്കാത്തവൻ്റെ മുന്നിൽ ഹൃദയം ആർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്തരം നൽകി. ഈ മകനെ എനിക്ക് ആവശ്യമുണ്ട്, ആ മകനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ദൈവം ആ ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ആ മകനെ ഉത്തരം തിരിച്ചു. ജീവിതത്തിലേക്ക് തിരിഞ്ഞു. ധ്യാനം കൂടി പ്രാർത്ഥനയിൽ വന്നു. 5 കുട്ടികളുണ്ട്. അത് 4 ആണും 1 പെണ്ണുമാണ്. 2 പേര് വൈദികരായി. അവരും ഈ തിക്താനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ അമ്മ സഹിച്ച തിക്താനുഭവങ്ങളൊക്കെ കണ്ടു വളർന്ന മക്കളാണ്. അന്ന് അവർ പറഞ്ഞു, ഈ പ്രശ്നമൊന്നും ഭവനമില്ലാത്തതോ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടോ പപ്പായുടെ കുടിയൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല, എനിക്ക് വൈദികനാകണമെന്നുള്ള ഉറച്ചബോധ്യത്തോടെ മൂത്ത കുട്ടി ഉള്ളതിൽ രണ്ടാമന് അവന് ജസ്റ്റിൻ അവൻ അച്ഛനാകാൻ തന്നെ തീരുമാനിച്ചു. അവൻ കടന്നുപോയി. ചേട്ടൻ്റെ വഴിയെ അന്നേ അനിയൻ പിന്തുടർന്നുണ്ടായിരുന്നു. ഞാനും പോവും, എനിക്കും പോകണം. ജീവിതത്തിൽ ഈ വേദനകളെല്ലാം സഹിച്ച് അന്നും പറയും, മക്കളെ ദൈവമുണ്ട്, നമുക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഇന്നെങ്കിലും പപ്പ നല്ല സ്വഭാവത്തോടെ വരണം, നല്ലൊരു അപ്പനായിട്ട് ജീവിക്കണം എന്നൊത്തിരി ആഗ്രഹിച്ചു. ഇന്ന് ആ സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോസഫ്. എൻ്റെ ഭാര്യ മേരിക്കുട്ടി. ഞങ്ങൾ അക്രൈസ്തവരായിരുന്നു. ഞങ്ങൾ പലവിധ രോഗങ്ങളാലും കഷ്ടപ്പാടുകളാലും ദുരിതങ്ങളാലും കഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഒരു അരുളപ്പാടുണ്ടായി. ഒരു സ്വപ്നത്തിലൂടെ എൻ്റെ ഭാര്യയ്ക്ക് അനുഭവപ്പെട്ട ഒരു ഇതാണ് ഞങ്ങളെ ജീവിതത്തിലേക്ക്, ക്രൈസ്തവ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള തിരുവചനം ഞങ്ങളുടെ ഈ ജീവിതത്തിലേക്ക് മാറ്റിമറിച്ചു. 97 മുതൽ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നു. അന്ന് മുതൽ പ്രിയപ്പെട്ട പപ്പ, ഇവിടുത്തെ കുട്ടികൾ വിളിക്കുന്നില്ല, ഞങ്ങൾ പപ്പ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ മാർഗദർശിയായിട്ട് പപ്പ കടന്നു വന്നു. പപ്പായിലൂടെയൊക്കെ ഞങ്ങളെ വഴി തെളിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവിടെ ഞങ്ങളുടെ ഇടവകയിലൊരു 25 കൂട്ടായ്മയിലെ ലീഡറായിട്ട് 10 വർഷത്തോളം പ്രവർത്തിച്ചു. ഇപ്പോൾ ഇവരുടെയൊക്കെ സഹായത്തോടും നിർദ്ദേശങ്ങളോടും കൂടി പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൊക്കെ ഈശോയുടെ തിരുനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുവാനുള്ള
ആ നല്ല മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ പപ്പായുടെയൊക്കെ സഹായം ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പപ്പായുടെ സഹായവും സഹകരണവും ആ നല്ല നല്ല നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ ഇരിക്കുന്നതെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. 4 പേര്. ഇത് ജോബി പാലാപ്പറമ്പിൽ. അദ്ദേഹവുമായിട്ട് എനിക്കൊരു നവീകരണ രംഗത്ത് വന്നപ്പോൾ മുതലുള്ള പരിചയമുണ്ട്. നേരത്തെ ഞങ്ങൾ പരിചയം ഉണ്ടായിരുന്നു, അത് വേറെ സ്ഥലത്ത് വെച്ചായിരുന്നു, അന്തിഷാപ്പിലൊക്കെ. പിന്നെ ഞാൻ വരുന്നതിന് പിന്നെ നവീകരണത്തിൽ വന്നയാളാണ്. ഒരുവിധ ഊർജ്ജസ്വലനായിട്ട് ശുശ്രൂഷാമംഗലിലേക്ക് വരാൻ പുള്ളി ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു, വന്നിട്ടുണ്ട്. തെരുവ് ശുശ്രൂഷയിലൊക്കെ പുള്ളി പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഞങ്ങളുടെ. ചാക്കോച്ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ചാക്കോച്ചേട്ടൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും കേട്ട് ഉള്ള അറിവേ ഉള്ളൂ. പിന്നെ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് നേരിട്ട് ചാക്കോച്ചേട്ടനെ നല്ലപോലെ അറിയാം. ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായ്മയിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും അതുപോലെ തെരുവിലൊക്കെ വചനം പറയാണ്ട് ശുശ്രൂഷ ചെയ്യാണ്ടൊക്കെ ഒന്നിച്ച് പോകാറുണ്ട്. അതുപോലെ ചാക്കോച്ചേട്ടൻ്റെ എനിക്ക് ഒരുപാട് നല്ല ഉപദേശങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വളരാൻ ഉപകരിക്കുന്ന നല്ല ഉപദേശങ്ങൾ ചാക്കോച്ചേട്ടനിൽ നിന്ന് എനിക്ക് ധാരാളം കിട്ടുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഭാഗ്യമായിട്ട്, വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാനത് കരുതുന്നു. ചാക്കോച്ചേട്ടന് ദൈവം നൽകിയ ആ വലിയ ഒരു വിടുതൽ, ആ മദ്യപാനത്തിൽ നിന്നുള്ള ആ വിടുതൽ, അതുപോലെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ മറ്റുള്ളവർക്കും അത് ഉപകരിക്കുന്ന രീതിയിൽ ഒരു വലിയ സാക്ഷ്യമായിട്ട് ഇന്നും ചാക്കോച്ചേട്ടൻ ജീവിക്കുന്നു. രണ്ടാമതിരിക്കുന്ന നമ്മുടെ അച്ചായൻ മാത്തുച്ചേട്ടൻ പറഞ്ഞ എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്താണ് പുള്ളി. ചില ചൂടനൊക്കെയാണ്, എങ്കിൽ പോലും ആത്മീയ രംഗത്ത് തീക്ഷ്ണതയുള്ളയാളാണ്. ഒരു കൂട്ടായ്മയിലെ പുള്ളി ലീഡറൊക്കെ ആയിരുന്നു, ലീഡർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. പ്രായമായിട്ട് വീട്ടിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നെങ്കിൽ പോലും മനസ്സ് തിളയ്ക്കുന്ന ഒരു സ്വഭാവം പുള്ളിയുണ്ട്. സഹോദരൻ ചാക്കോച്ചനുമായിട്ട് പരിചയമായിട്ട് ഒരു 40 വർഷത്തിലധികം കാലങ്ങളായി. വിവാഹത്തോടനുബന്ധിച്ച് ദൈവം അദ്ദേഹത്തിന് 5 കുഞ്ഞുങ്ങളെ നൽകി. അതിനു മുമ്പായി തന്നെ അദ്ദേഹം ദുശീലങ്ങളുടെ അടിമത്തിൽ പെട്ടുപോയി. സാമ്പത്തികമായി വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിനുള്ള ആ ദൈവത്തിലുള്ള വിശ്വാസം ഈ ദുശീലങ്ങൾക്ക് ഇടയിലും കൈവിടാതെ അദ്ദേഹം കാത്തു പരിപാലിച്ചു പോന്നു. കാരുണ്യവാനായ ദൈവം ആ മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അനേകം ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായുള്ളവർ നിരന്തരമായി തമ്പുരാനോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. ഏതാണ്ട് 24ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാൻ ഇടയാകുകയും നായ്ക്കമ്പറമ്പിലച്ചൻ്റെയും ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ചൻ്റെയും മനക്കലച്ചൻ്റെയും തമ്പുരാൻ്റെ വചനങ്ങൾ അവരിലൂടെ ശ്രവിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു വലിയ സാക്ഷ്യത്തിന്, ലോകത്തിന് വലിയ സാക്ഷ്യം നൽകത്തക്കവണ്ണം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അന്നു മുതൽ മദ്യപാനം എന്നുള്ള ദൂഷ്യയിൽ ഉപേക്ഷിച്ചു. ഇന്ന് അദ്ദേഹം ഒരു മുഴുവൻ സമയ സുവിശേഷകനാണ്. പിന്നെ നമ്മുടെ തങ്കച്ചൻ, പപ്പായെന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. പപ്പായെന്ന് വിളിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അവകാശമില്ല. ഒരു കണക്കിൽ എൻ്റെ ചേട്ടൻ്റെ മകനാണ്. പക്ഷേ പുള്ളിയേക്കാളും പ്രായം എനിക്ക് കുറവായതുകൊണ്ട് ഞാൻ പപ്പായെന്ന് വിളിക്കാം. പുള്ളിയൊരു ചേട്ടൻ്റെ മകനാണ്. പുള്ളിയെ നവീകരണ രംഗത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പരിചയവും ബന്ധവും കൂടുതൽ. നേരത്തെ ഞങ്ങൾ തമ്മിൽ അറിയാം. പുള്ളി സോണൽ സർവീസ് രംഗത്തൊക്കെ സർവീസിലൊക്കെ ഉണ്ട്. സബ് സോണിൻ്റെ സർവീസ് ടീമിലൊക്കെ ഉണ്ട്. പാലായിൽ ഒരു ചാർപ്പങ്കൽ സബ് സോണിൻ്റെ സർവീസ് ടീമിലുണ്ട്. മണലിങ്കൽ ഇടവകയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വമൊക്കെ വഹിക്കുന്നു. അങ്ങനെ പോകുന്നു പപ്പ. അതേ പിന്നെ കിഷോർ എലഞ്ഞിമറ്റം, കാണുന്നതിലേക്ക് ആൾ ചെറുപ്പക്കാരനാണ്. 43 വയസ്സോ മറ്റോ ഉള്ളതെന്നാണ് പറയുന്നത്. റബ്ബർ കടയൊക്കെയായിരുന്നു പുള്ളിക്ക്. റബ്ബർ കട ഇട്ടിട്ട് പോകുന്നയാളാണ്. റബ്ബർ കട ഉപേക്ഷിച്ച് ദൈവത്തെ അറിഞ്ഞപ്പോൾ സക്കൈവസ് പിന്നെ എല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അത്ര ആയില്ലെങ്കിൽ പോലും ശുശ്രൂഷാരംഗത്തുണ്ട്. തെരുവ് ശുശ്രൂഷയിലുണ്ട്. പിന്നെ നമ്മുടെ കിങ് ജീസസ് മിനിസ്ട്രിയിലെ ഒരു സജീവ ശുശ്രൂഷകനാണ്. പ്രിയ ചാക്കോച്ചനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും തള്ളിക്കളഞ്ഞു. ഇനി രക്ഷയില്ല, ഇവൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ സ്നേഹം ആ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അത്ഭുതകരമായ മകൻ്റെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങൾക്കും എടുത്തുയർത്തി ഇന്ന് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നു.
അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്, കർത്താവിൻ്റെ ആ വലിയ മഹത്വം. അതുപോലെ പ്രിയ മകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം പ്രിയ മകൻ പങ്കുവച്ചിട്ടുള്ളത്, ഒരു കാലഘട്ടത്തിൽ മദ്യപിച്ച് നടന്ന ഒരു കാലഘട്ടത്തിൽ അപ്രിയ മകനെ അറിയുമായിരുന്ന ഒരു കള്ളുഷാപ്പിലെ ജീവനക്കാരൻ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഈ അടുത്തുള്ള ജംഗ്ഷനിൽ വെച്ച് പ്രിയ ചാക്കോച്ചനെ കാണുകയും അദ്ദേഹത്തിന് പക്ഷേ ചാക്കോച്ചനെ മനസ്സിലായില്ല. ചാക്കോച്ചൻ ആ സഹോദരനോട്, വിജാതീയ സഹോദരനോട് ചെന്ന് പരിചയപ്പെട്ടു. ഞാൻ ചാക്കോച്ചനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, പെരിയലക്കാട്ട് ചാക്കോച്ചനോ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ഇദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് അവിജാതീയ സഹോദരൻ ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. ഈ ഒരു അവസ്ഥയിൽ ചാക്കോച്ചനെ കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപരന്തനായിപ്പോയി. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ പ്രിയ ചാക്കോച്ചേട്ടൻ പറഞ്ഞു, ഞാൻ ഡിവൈനിൽ ധ്യാനം കൂടി, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു, വലിയ മാറ്റമുണ്ടായി. ഇത് കേട്ടപ്പോൾ ആ പ്രിയ സഹോദരൻ അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഒരു നിരീശ്വരവാദിയാണ്, എങ്കിലും ദൈവമേ നന്ദി എന്ന് ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ആ പ്രിയ മകൻ പറയുകയുണ്ടായി. അത് ദൈവത്തിന്, കർത്താവിന് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയാണ് പ്രിയമകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രിയ ചാക്കോച്ചൻ്റെ ആത്മീയ ജീവിതത്തിൽ, ശുശ്രൂഷ രംഗത്ത് കർത്താവ് വലിയ അനുഗ്രഹവും കൃപയും ഇനിയും ചൊരിയട്ടെ. അനേകം മക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനുള്ള കൃപയും അഭിഷേകവും പ്രിയ മകനിലൂടെ ചൊരിയപ്പെടട്ടെ. യേശുവിൻ്റെ നാമം, കർത്താവിൻ്റെ നാമം പ്രിയ മകൻ്റെ ജീവിതത്തിൽ വഴി മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. മദ്യത്തോട് പ്രതിപത്തിയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മദ്യം നീ ഏതളവിൽ കുടിച്ചാലും എങ്ങനെ കുടിച്ചാലും ഒരിക്കലും നിനക്ക് ഇതുകൊണ്ട് യാതൊരു മേന്മയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന സത്യം നിങ്ങളൊക്കെ ബോധ്യപ്പെടേണ്ടതുണ്ട്. എല്ലാ വിധത്തിലും നമുക്ക് തകർച്ചയും ഒറ്റപ്പെടലും എല്ലാ വിധത്തിലും നമുക്ക് അസ്വസ്ഥയും മാത്രമേ ഈ മദ്യം സമ്മാനിക്കുകയുള്ളൂ. നമുക്കറിയാം, മദ്യപിച്ച ഒരു വ്യക്തിയും രക്ഷപ്പെട്ടായി നമ്മൾ ഇതുവരെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. മദ്യ വ്യവസായം നടത്തിയാലും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാ അർത്ഥത്തിലും മദ്യം നമുക്ക് നാശം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നൽകുകയുള്ളൂ എന്ന സത്യം നിങ്ങൾ ബോധ്യപ്പെടണം. മദ്യപാനം നിർത്താൻ പലപ്പോഴും നമുക്ക് നമ്മുടേതായ സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ശക്തി കൊണ്ട് സാധിച്ചെന്ന് വരികയില്ല. എൻ്റെ അനുഭവം അതാണ് എന്നെ പഠിപ്പിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കണം, എനിക്കിത് നിർത്തണം, ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല. നമ്മളിത് ആഗ്രഹിക്കണം. എനിക്ക് മദ്യം ഒരിക്കലും പ്രയോജനപ്രദമല്ലെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മോചനം നേടാനുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ, ഈ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ഈ പരിശ്രമത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എനിക്കിത് സാധിക്കില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ എന്നെ സഹായിക്കാൻ ഒരു ദൈവത്തിൻ്റെ പക്കലേക്ക് ഞാൻ തിരിഞ്ഞു. അവിടത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നിൻ്റെ രക്ഷ ആഗ്രഹിക്കുന്നത് ദൈവമാണ്. ആ ദൈവം നിന്നെ രക്ഷിക്കും, നിനക്ക് മോചനം നൽകും. നീ ആഗ്രഹിക്കണം. നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന, സാമൂഹ്യ ബന്ധങ്ങളെ തകർക്കുന്ന ഈ മദ്യത്തിൻ്റെ രൂപത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മോചനം നേടാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.